ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും A&B വേൾഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ദിവസങ്ങളിലെ വീഡിയോയിലെല്ലാം തന്നെ ഞാൻ ഞങ്ങളുടെ ബെത്ലഹേം ജെറുസലേം യാത്രകളുടെ വീഡിയോസാണ് ഷോർട്ടായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾ ബെത്ലഹേമിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഒരു സുവനീർ ഷോപ്പുണ്ട്. അവിടെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, നമ്മളെ അവിടെ എന്തായാലും നമ്മുടെ ടൂർ ഓപ്പറേറ്റർ കൊണ്ടുപോകും. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇത്. എത്ര മനോഹരമായിട്ടാണ് നോക്കി ഓരോ ശില്പങ്ങളും നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ഓരോന്ന് കാണുമ്പം എല്ലാം കൂടെ വാരി കൂട്ടിക്കൊണ്ട് ഇറങ്ങി ഓടിയാലോ എന്ന് ചിന്തിക്കും. എന്ത് ഭംഗിയാണല്ലേ ഓരോന്നും കാണാനായിട്ട്. ഒന്നും വാങ്ങിയില്ലെങ്കിൽ തന്നെ ഇതെല്ലാം ഒന്ന് വീഡിയോ എടുത്ത് എല്ലാവരെയും ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് വാങ്ങണമെന്ന് ആദ്യം മനസ്സിൽ ചിന്തിച്ചു. പിന്നെ ഓർത്തത് എന്തായാലും ജെറുസലേമിലേക്കാണല്ലോ പോകുന്നത്, അപ്പോൾ പിന്നെ അവിടുന്ന് വാങ്ങാമെന്ന്. പക്ഷേ എന്ത് ചെയ്യാം, ജെറുസലേമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് 5 മണിയായപ്പോഴത്തേനും അവിടെയുള്ള അച്ഛൻ്റെ കട അടച്ചുപോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും വാങ്ങാൻ പറ്റിയില്ല. ഇത് കണ്ടോ ഈ മാതാവിനെ. ഈ മാതാവിൻ്റെ ഇവിടെ ഇങ്ങനെ നമുക്ക് തുറക്കാൻ പറ്റും കേട്ടോ. തുറന്നു കഴിയുമ്പോഴത്തേനും ആ കുരിശിൽ നിന്ന് ഈശോയെ എടുത്ത് മാതാവിൻ്റെ മടിയിൽ കിടത്തിയില്ലേ, ആ രൂപമാണ് അതിൻ്റെ ഉള്ളിലെ. പിന്നെ ഇത് ഈ തിരിക്കാല് ഞാൻ നാട്ടിൽ പോയപ്പോൾ വാങ്ങിയിട്ട് പോയായിരുന്നു. അപ്പോൾ ചേച്ചിക്കും വാങ്ങണമെന്നും പറഞ്ഞ് ചേച്ചി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി അങ്ങനെ 2 എണ്ണം വാങ്ങി. പിന്നെ ഇവിടെയൊക്കെ കുറേ കാശ് രൂപങ്ങളും റിങ്സും അങ്ങനെയൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇത് സിൽവറോ വെള്ളിയിലോ എന്തോ തീർത്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെയൊക്കെ കുറേ കൊന്തകളും അങ്ങനെ, അതും നല്ല പേളിൻ്റെ കൊന്തയും അതിനൊക്കെ അത്യാവശ്യം നല്ല വില തന്നെയുണ്ട് കേട്ടോ. നമുക്കൊന്ന് അവരോടൊന്ന് സംസാരിച്ച് വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ നല്ല വിലയാണ് അവർ പറയുന്നത്. പിന്നെ ഇതിലുള്ള ഈ കുറേ ഉണ്ണീശ വെച്ചിരിക്കുന്നതുണ്ടോ. ഞാൻ നാട്ടിൽ പോയ സമയത്ത് എൻ്റെ ഹൗസ് വാമിങ്ങിൽ ഞാൻ ഇവിടെ നിന്നാണ് ഒരു അത്യാവശ്യം മുഴുത്തൊരു ഉണ്ണീശോയെ ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ട് പോയായിരുന്നേ. അതിപ്പോഴും വീട്ടിൽ നല്ലതായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പം 3 വർഷമായി. ഞാനതൊരു തരത്തിൽ പൊട്ടിക്കാതെ തട്ടാതെ മുട്ടാതെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. പിന്നെ ഇതൊക്കെ വാളിൽ തൂക്കുന്ന ഓരോ രൂപങ്ങളാണ്. അങ്ങനെ കണ്ടാലും തീരാതെ എത്രയോ നമുക്കവിടെ കാണാനുണ്ട്. പക്ഷെ വാങ്ങാമെന്ന് വെച്ചെങ്കിൽ അത്യാവശ്യം നല്ല പൈസയാവുന്നുണ്ട് കേട്ടോ. നമ്മൾ 1 എടുക്കും 2 എടുക്കും, പിന്നെ അങ്ങനെ നമ്മൾ കുറേ അങ്ങ് വാങ്ങിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കുറേ നിയന്ത്രിച്ചാൽ പോയി. ഒന്നും അങ്ങനെ വാങ്ങി പൈസ കളയരുത്. പിന്നെ അത്യാവശ്യം 1-2 കൂട്ടം സാധനങ്ങൾ മാത്രം വാങ്ങി. ഓരോ പ്രാവശ്യം പോകുന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും വാങ്ങണമല്ലോ, അങ്ങനെ മാത്രം ഓർത്താണ് ഞാൻ വാങ്ങിയത്. പിന്നെ നമ്മുടെ ഇവിടെ കുറേ കോസ്മെറ്റിക്സ് ഐറ്റംസൊക്കെ ഇരിപ്പുണ്ട്. അത് നമ്മുടെ ചാവുകടലിലെ, അതായത് ഡെഡ് സീ മിനറൽസ് ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നടന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കണ്ണാടി ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വെറുതെ അതിൻ്റെ മുന്നിലൊന്ന് നിന്ന് നോക്കി. എന്ത് ഭംഗിയാണല്ലേ ഇതെല്ലാം കാണാനായിട്ട്. ഓരോ രൂപങ്ങളുടെ അടുത്ത് നിന്ന് ഞങ്ങൾ 1-2 ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഒരുപാട് സമയം അങ്ങനെ കളയാനില്ലാത്തതുകൊണ്ട് അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി ഇനി അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബായ്.